അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവന് നന്നായി വിശക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് മനസ്സിലായി. വീഡിയോ കാണുന്ന പകുതി പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. ദയവായി ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഞായറാഴ്ചത്തെ സൺഡേ സ്കൂളിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദിവമാരൊക്കെ നമ്മുടെ മച്ചാമാരാണ്. പുറത്ത് നല്ലൊരു മഴ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിള്ളേരൊക്കെ ഇവിടെ നിൽക്കണേ. അല്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പോഴേ ചെക്കന്മാരും നേരെ വീട്ടിൽ പോണത്. അമ്മയ്ക്ക് സ്റ്റാഫ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നീ നിൽക്കണ മച്ചാനും മഴയായാലും കുഴപ്പമൊന്നുമില്ല. ചെക്കൻ സൈക്കിളിലായതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മച്ചാന്റെ ഹൈടെക് വാഹനമാണ് ദിക്കാണെന്ന സൈക്കിള്. കാണുന്ന പോലെയല്ല, ചവിട്ടാൻ തുടങ്ങി ഇവൻ പറക്കും. റെയിൻകോട്ട് ഇട്ട് മച്ചാൻ പോകാറിയപ്പോഴാണ് പുറകെ ഇരിക്കണ മച്ചാൻ സൈക്കിളെ പിടിച്ച് വലിച്ചത്. സൈക്കിളെ പിടിച്ചുള്ള വലിയിൽ ഈ മച്ചാൻ വീണ തന്നെയായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിലാണ് വീഴാൻ രക്ഷപ്പെട്ടത്. ഇവനിനി ഈ മഴയത്ത് പൈറ്റക്കുളം വരെ സൈക്കിളിൽ പോകണം. അദ്ദേഹത്തിന്റെ അനിയനാണ് ദിക്കാണെന്ന മച്ചാൻ. ഇവന്റെ കോട്ടില്ലാത്തതുകൊണ്ട് ഇവൻ മഴ തോരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് വേണം ഇവനും പൈറ്റക്കുളത്തേക്ക് കടക്കാൻ. എനിക്കെന്തായാലും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അമ്മയ്ക്ക് സ്റ്റാഫ് മീറ്റിംഗ് ഉള്ളപ്പോൾ നമ്മുടെ പ്രധാന സ്ഥലം ഇതാണ്. അനിയനോടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വണ്ടി കയറി സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പട്ടിക്കുട്ടന്റെ എൻട്രി. അവന് കാര്യമായിട്ട് വിശക്കുന്നുണ്ട്. അത് അവന്റെ ദയനീയമായിട്ടുള്ള നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. ടോണി സാർ തന്നെ വട കുറച്ചുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് കുറച്ച് അവന് ഇട്ട് കൊടുത്തു. ചക്കനത് അപ്പം കഴിച്ചില്ല. നമ്മൾ പോകാറിങ്ങിയപ്പോഴത്തേനും ചക്കനത് വയറ്റിലാക്കി. ഉച്ചയ്ക്ക് നല്ല മഴയായാലും എനിക്കും കാര്യമായിട്ട് വിശക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം.